ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നാണ് കേട്ടോ. അല്ല, നക്ഷത്രം എന്ന് വെച്ചാൽ നമ്മളെ ഓരോ നക്ഷത്രം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നാണ് എൻ്റെ പൂരാട നക്ഷത്രം. അപ്പോൾ അമ്മ പറഞ്ഞ് അമ്പലത്തിൽ പോകാമെന്ന്, അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ മേലെ റോട്ടിലെല്ലാം പോയിട്ട് കുറേ പൂവെല്ലാം പറിച്ച് വന്ന് പൂക്കളം ഇടുന്നതിനും ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, ഇതാണ് ഇന്നിട്ട പൂവ്. അന്ന് നിങ്ങളെ കാണിച്ച പൂവ് എന്ന് പറയുമ്പോൾ നല്ല കുഞ്ഞിതേനു. ഇന്നെന്ന് പറയുമ്പോൾ നല്ല വലുതായി ഗായ്സ്. കണ്ട, കുറേ വലുതാക്കിയിട്ടുണ്ട്. 8 കളമാണ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് കുളിക്കണം, ചായ കുടിക്കണം, ഒരുങ്ങണം. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പൂച്ച ഇടയുണ്ട്. പൂച്ചേനെ ഇങ്ങനെ ചവിട്ടാൻ ഭയങ്കര സുഖമെന്ന്. കൊടേനുള്ളിൽ കയറി എന്നെ പേടിച്ചിട്ടോ, കൊടേനുള്ളിൽ കയറി എന്താ. ഞാനിനി പോയിട്ട് ചായ കുടിക്കട്ടെ. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ടാണോ? അപ്പം ഗായ്സ്, നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞ് എപ്പോൾ ഒരുങ്ങുന്ന തന്നെയാണെന്ന് ഒരുങ്ങിയില്ല, വേറെ മാറ്റങ്ങളൊന്നുമില്ല. തലയിൽ 2 ക്ലിപ്പെല്ലാം കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഗൈസ്. നമുക്കിപ്പോൾ 11 മണീൻ്റെ ബസ്സുണ്ട്. ആ ബസ്സിന് വേണം നമുക്ക് പോകാൻ. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ പിന്നെ നമ്മൾ റോട്ടിൽ കയറി നടക്കാൻ തുടങ്ങി ഗൈസ്. ഞാനിത് അങ്ങനെ പായുന്നുണ്ട് മുമ്പിൽ. അപ്പോൾ ഈടെയെല്ലാം മഴ പെയ്തുകൊണ്ട് തന്നെ റോട്ടിലെല്ലാം മൊത്തം വെള്ളമാണ്. ഇത് കണ്ട, ഇവിടെ ഉറവ പൊട്ടിയതാണെന്ന് പറയും. അപ്പോൾ ഉറവ പൊട്ടിയതാണ് ഈ കാണുന്നത് മൊത്തം. ഇവിടെയെല്ലാം കണ്ട കുളം പോലെ ഉണ്ട് ഗൈസ്. റോഡാണ് ഇത്, മൊത്തം കുളം പോലെയുണ്ട്. കുറച്ചാടെ നല്ലോണം കണ്ട, ഇത് നല്ലോണം നമ്മളിവിടെ കളിക്കാനും വരും. നമുക്കിത് കാണുമ്പോൾ കുറേ വെള്ളമില്ല എന്ന് തോന്നുക. നമുക്ക് ഇതെല്ലാം മതി ഗൈസ്, ഒന്ന് ആർമാതിക്ക്. അപ്പം ഗൈസ്, നമുക്കിനി ബസ് കാത്തുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബസ് വരണം, നമുക്കിനി ബസ് കാത്തുക ഗൈസ്. അപ്പം ഗൈസ്, നമ്മൾ ഇങ്ങനെ ബസ് കയറി അങ്ങനെയുള്ള വീഡിയോ എടുക്കാൻ മറന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കോളിക്കടവ് പാലത്തിൻ്റെ അടുത്തുള്ളതാണ് എടുക്കുന്നത്. പിന്നെ കുറേ കഴിഞ്ഞാൽ അങ്ങ് ഇരിട്ടി പാലം എത്തി ഗൈസ്. അതെന്നെല്ലാം പറയുമ്പോൾ ഓരോ സ്ഥലം എത്തുമ്പോൾ അത് എടുക്കുന്നത് അങ്ങനെ നല്ലോണം കുറേ കാണിച്ചൊന്നും എടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഈ സ്ഥലം കഴിയുമ്പോൾ അടുത്ത സ്ഥലം, ഈ സ്ഥലം കഴിയുമ്പോൾ അടുത്ത സ്ഥലം, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം എന്ന് പറയുമ്പോൾ നേരത്തെ കോളിക്കടവേനു, ഇപ്പോൾ ഇരിട്ടി പാലം എത്താനായി. അപ്പോൾ ഈ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇരിട്ടി പാലത്തിൻ്റെ അങ്ങോട്ടേക്കുള്ള വഴി. അപ്പോൾ ഇതാ ഇരിട്ടി പാലം എന്നെല്ലാം പറയുമ്പോൾ മൊത്തം കലങ്ങി വെള്ളമാണ് ഗൈസ്. മൊത്തം കലങ്ങിയ വെള്ളമാണ്. മഴയെല്ലാം പെയ്തുകൊണ്ടാണ് ഗൈസ്. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇരിട്ടിയിൽ നേരെ ഒരു ഓട്ടോ കയറിയിട്ട് നമ്മളിനി കൈരാതിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അമ്പലത്തിലെത്തിയാലും ഞാൻ ആദ്യം തന്നെ നോക്കിയത് നമ്മളെ ഈ ഒരു പൂക്കളമാണ്. ഇവിടെ നല്ല വലിയൊരു പൂക്കളമുണ്ട്. പിന്നെ അതിനെ ചുറ്റും ഇങ്ങനെ നോക്കാൻ നല്ല വലിയ മഴ പെയ്തു ഗൈസ്. ആടുന്ന നേരം നമ്മൾ പിന്നെ ഓണം എല്ലാണ്ട് കുപ്പായം വാങ്ങാൻ പോയി. ഇത് നിങ്ങൾ നോക്കിക്കോ, ഇത് 1ാമത്തെ കട, അടുത്ത 2ാമത്തെ കട, അടുത്ത 3ാമത്തെ കടയാണ് ഈ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് 4ാമത്തെ കട, പിന്നെ 5ാമത്തെ കട. 5ാമത്തെ കടയിൽ നിന്ന് എല്ലാം ഇഷ്ടപ്പെട്ട്, പക്ഷേ ഒന്നും വാങ്ങിയിട്ടില്ല. കാരണം ഒരു പാൻറ് വാങ്ങുമ്പോൾ ബനിയൻ ഇഷ്ടപ്പെടില്ല, ബനിയൻ വാങ്ങുമ്പോൾ പാൻറ് ഇഷ്ടപ്പെടും. അതുകൊണ്ട് അടുത്തത് 6ാമത്തെ കടയിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇത്രയും സാധനങ്ങൾ വാങ്ങിയെന്നല്ല ഗൈസ്, ഒന്നും ഇഷ്ടപ്പെടായിട്ട് വേറെ കടയിൽ പോയതാണ്. അപ്പോൾ എടൂരെത്തിയാലോ നമ്മൾ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ടേനു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊന്നും വാങ്ങാൻ വെച്ചിട്ട് നിൽക്കുന്നതാണ്. ഈ കാണിക്കുന്നതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കൊക്കക്കോളയൊന്നും അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാന്ന് പോയി നോക്കി. അവിടെ ഞാൻ ഉദ്ദേശിച്ച സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ചുപോയി. ഇവിടെ കുറച്ച് നമുക്ക് വീട്ടിലേക്ക് വേണ്ട പൊടികളെല്ലാം ഉണ്ട്. അമ്മ അതിൻ്റെ അന്ന് കുറച്ച് എന്തെല്ലോ വാങ്ങുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ ഇവിടെ മുഖത്തേക്കുന്ന ക്രീമും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും വാങ്ങിത്തരാത്തതുകൊണ്ട് നമ്മൾ സൈഡ് സീറ്റ് പിടിച്ചിട്ട് നേരത്തെ തന്നെ വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ച് സൈഡിൽ ഇതാണ് എൻ്റെ ഒരു തലവിധി. അപ്പം ഗായ്സ്, നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ ഷോപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ അവിടെ പോയാൽ എന്തെല്ലാം വാങ്ങിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഓണം ആയതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ഓണത്തിൻ്റെ ഷോപ്പിംഗ് എല്ലാം ചെയ്യൂലേ. അപ്പം ഞാൻ വാങ്ങിയത് ഒരു ഷർട്ടാണ്, ഗേൾസിൻ്റെ ഒരു ഷർട്ടാണ്. കണ്ട, എനിക്ക് എന്തോ ഇതിനോട് അല്ലാണ്ടൊരു ഇഷ്ടം തോന്നിപ്പോയി ഗൈസ്. അപ്പോൾ ഈ ഒരു ഷർട്ടും എപ്പോൾ എല്ലാവരും വാങ്ങുന്ന നമ്മളെ ബാഗി പാൻറ്റുമാണ് വാങ്ങിയിട്ടുള്ളത്. ബ്ലാക്കാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഗ്രേ ആണ് വാങ്ങി, ഇക്കൊല്ലം നമ്മൾ ബ്ലാക്കാണ്. പിന്നെ എനിക്ക് കവായ സ്റ്റിക്കറിനോട് വല്ലാത്ത മോഹമാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഒന്നെന്ന് പറയുമ്പോൾ നമ്മളെ ഈ പെൺകുട്ടിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരിതില്ലേ, അങ്ങനത്തെ എൻ്റെയാണ്. ഇനി
10 രൂപയാണ്. ഞാൻ ആദ്യം പോയ കടയിൽ 20 രൂപയാണ് ഒരു ഷീറ്റിന്. പക്ഷേ ആദ്യം അവിടെ 10 രൂപ അവർ മാറ്റിക്കളഞ്ഞു ഗൈസ്. അപ്പം ഞാൻ വേറെ കടയിൽ പോയിട്ട് 10 രൂപയ്ക്ക് കപ്പിബാരേൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ വാങ്ങി. ഇനി ഇപ്പോഴത്തെ എല്ലാവരും ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ക്ലോ ക്ലിപ്പ് കണ്ടേരം എനക്കും വാങ്ങണം തോന്നി. ഇനി 20 രൂപയേ ഉള്ളൂ. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുത് വാങ്ങി, കാരണം എൻ്റെ ഈ മുടിക്ക് ഇടാനില്ലല്ലോ, അതുകൊണ്ടൊരു ചെറുത് വാങ്ങി. പിന്നെ ചാർട്ട് പേപ്പർ, ഇത് എനിക്ക് നമ്മളെ സ്കൂളിലൊരു പരിപാടിക്ക് വരയ്ക്കാനാണ് ചാർട്ട് പേപ്പർ. അപ്പോൾ ഇത്രയെല്ലാം ഇന്നത്തെ നമ്മളെ ഷോപ്പിങ്ങിൽ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഹോട്ടലെല്ലാം കയറി, അതൊന്നും എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അത്രയേ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.